വീഡിയോ എടുക്കണുണ്ടോ? വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മസ്ജിദിൻ്റെ അകത്താണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ പള്ളിയുടെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. പുത്രാജയ മസ്ജിദ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിലേക്കൂടെ കറങ്ങി പോകണം. സാറ്റർഡേ, തേഴ്സ്ഡേ 9 AM to 6 PM, ഫ്രൈഡേ 9 AM ടൈമൊക്കെ. ടൂറിസ്റ്റ് കൈൻഡ്ലി പ്രൊസീഡ് ടു ഗേറ്റ് ബി. ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആക്ച്വലി പോകേണ്ടത്. കണ്ടോ, ടൂറിസ്റ്റുകളാണെങ്കിൽ ഗേറ്റ് ബി വഴി വേണം കയറേണ്ടത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൂടെ അങ്ങ് കയറിയാൽ മതി. വേറെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ റയൻ, ഇതാണ് ഇവിടുത്തെ മലേഷ്യയിലെ പള്ളി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? മലേഷ്യയിലെ പള്ളി എങ്ങനെയുണ്ട്? ഇത് എവിടത്തെ പള്ളി വല്ല ഉണ്ട്? അറിയില്ല. എൻട്രിയിൽ ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം കയറേണ്ടത്. ഇവിടെയാണെങ്കിൽ പർദ്ദ ഉണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പർദ്ദ സംഭവം ധരിച്ചിട്ട് പോകാൻ പാടുള്ളൂ. ഇവിടെ പർദ്ദയൊക്കെ സംഭവം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പർദ്ദ ഇടാം. പർദ്ദ സംഭവം ഇട്ടിട്ട് വേണം. ഓക്കെ, പർദ്ദയൊക്കെ ഇട്ടിട്ട് വേണം സംഭവം പോകേണ്ടത്. ഇതാ ഇതുപോലെ പർദ്ദ ഇട്ടിട്ട് വേണം ആക്ച്വലി പോകേണ്ടത്. ഇവിടെ ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ട്. കണ്ടോ, ഓക്കെ. അപ്പം നമുക്ക് നേരെ പള്ളിയിലകത്തോട്ട് പോവാം. ഇഷ്ടംപോലെ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ വല്ല പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ സംഭവം അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ മലേഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള പുത്ര മസ്ജിദിൻ്റെ അകത്തോട്ട് നമ്മൾ പോവുകയാണ് ഗസ്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ ഇവിടെ വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ആണെങ്കിൽ പർദ്ദ ഇട്ടിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇത് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ആണ്. അവിടെ കയറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സോൺ വൈഫൈ ചെരുപ്പൂരി കൊടുക്കണമെന്നാണ് നസ്രം പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ട് കയറുകയാണ് കേസ്. എൻട്രൻസ് ഫോർ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള എൻട്രൻസ്. ഇവിടെ നമുക്ക് കാണിക്കൊക്കെ ഇടാം. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ബസ്സിൻ്റെ അകത്ത് കയറുമ്പോഴേക്കും മസ്റ്റായിട്ടും നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കയറാൻ പറ്റുള്ളൂ. അത് മെയിൻ ഗേറ്റാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ പള്ളി. ഞെട്ടലോടെ കൂടിയാണ് കാണുന്നത്. എടുത്താപ്പഴത്തേക്ക് അത് എങ്ങനെയുണ്ട്? പള്ളി എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളവിടുത്തെ ഏതെങ്കിലും പള്ളിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. സ്വാൻ എങ്ങനെയുണ്ട് പള്ളി? കൊള്ളാമോ? കൊള്ളാം. സ്വാൻ റയൻ ബു എങ്ങനെയുണ്ട് പള്ളി? കൊള്ളാം. നസറിൻ അടുത്ത് നമ്മൾ നസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പള്ളി? അടിപൊളി എന്നാണ് നസറിൻ പറഞ്ഞിരിക്കുന്നത്. മസ്ജിദിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് സംഭവങ്ങൾ എഴുതിയെടുക്കാം, വായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ ഇവിടെ വരുന്നുണ്ട്. ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പള്ളിയുടെ അകത്തുള്ള വിഷ്വൽസ് നോക്കി എൻ്റെ പൊന്നോണ്ണ എന്ത് വലിയ സൈസ് കണ്ട. ഭീമാകാരമായിട്ടുള്ള പള്ളി, നല്ല വലിയൊരു മിനാറയും എല്ലാ സംഭവങ്ങളുള്ള നല്ല അടിപൊളി പള്ളിയാണ്. നമുക്കിവിടെ ഒന്ന് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അല്ല അറിയോ? ഒന്നും അറിയത്തില്ല. ചേർന്നില്ല റയൻ, ചേർന്നില്ലേ? മലേഷ്യയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അറിയോ?